ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അണ്ടർ 23 ടീം ഒരു ഫ്രണ്ട്ലി കളിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം മലേഷ്യയിലേക്ക് ട്രാവൽ ചെയ്ത്. ഇനി ഒരു ഫ്രണ്ട്ലി കൂടി അവശേഷിക്കുന്നുണ്ട് മലേഷ്യക്കെതിരെ തന്നെ. സോ ആ ഒരു മത്സരത്തിൻ്റെ സ്ട്രീമിങ്ങോ അല്ലെങ്കിൽ ടെലികാസ്റ്റോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. റിസൾട്ട് 2-1 മലേഷ്യക്കെതിരെ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മത്സരത്തെ പറ്റി ഞാൻ മത്സരം കണ്ട ഒരാളുടെ മാച്ച് റിപ്പോർട്ട് വായിച്ചതും അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഇൻഫോർമേഷൻസും വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ഈ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മത്സരത്തിൻ്റെ 11 മാർക്കസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല, ആരൊക്കെ കളിച്ചു എന്നുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 പറ്റിയും ഫോർമേഷനെ പറ്റിയും ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഇപ്പം ഗോൾ കീപ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോൾ കീപ്പർമാരായോടും എനിക്കൊന്ന് ഗില്ല് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ബാക്കി നോക്കിയാൽ എല്ലാ പ്ലേയേഴ്സും ഒരുവിധം കളിച്ചിട്ടുണ്ട്. അവർക്ക് ഗെയിം ടൈം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു മത്സരത്തെ സമീപിച്ചത് എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പം മലേഷ്യ എന്ന് പറയുന്നൊരു ടീമിലേക്ക് വരുന്ന സമയത്ത് അവർ AFC അണ്ടർ 23 ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീമാണ്. അവർ സമീപകാലത്തൊക്കെ നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ അടുത്ത് ചൈനയ്ക്കെതിരെ ഒരു മത്സരം കളിച്ചിട്ട് അവർ വിജയിച്ചിരുന്നു. ഒരു മത്സരം തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ക്വാളിഫയേഴ്സിൽ നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിനെതിരെ 2-0 വിൻ, ഫിലിപ്പീൻസിനെതിരെ 4-0 വിൻ, തായ്ലൻഡിനെതിരെ 1-0 പരാജയപ്പെട്ടു. അങ്ങനെയാണ് അവർ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത്. അതല്ലാണ്ട് ഒരു സ്ഥിരം ഒരു ടീം എന്ന നിലയിൽ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ഫോറിൻ കോച്ച് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യുവാൻ ടോറസ് എന്നാണ്. ഐ തിങ്ക് സ്പാനിഷ് ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. സോ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന ടീം AFC അണ്ടർ 23 16 ടീമുകൾ കളിക്കുന്ന ടൂർണമെൻ്റാണ്. അവിടേക്ക് പോകുന്നൊരു ടീം. അപ്പം ആ ഒരു നിലയിൽ നോക്കുമ്പം ഒരു ശക്തമായിട്ടുള്ള നിര തന്നെയാണ്. അവർക്കെതിരെ നമ്മൾ ആദ്യമായിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു ടീമാണ്. കാരണം ഇപ്പോൾ ഈ മലേഷ്യൻ ടീം എന്ന് പറഞ്ഞാൽ 2001 ബാച്ചാണ്. നമ്മൾ 2001 2003 ബാച്ചിൻ്റെ ഒരു മിക്സാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നൗഷാദ് മൂസ എന്ന് പറയുന്ന ഒരു പുതിയ കോച്ച്, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു മത്സരമാണ്. അപ്പം കൂടുതലായിട്ടും ലക്ഷ്യം വെച്ചത് ഒരു ഗെയിം ടൈം, പ്ലേയേഴ്സിന് ഗെയിം ടൈം കിട്ടി അവരെ കളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ സമീപിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സമയത്ത് നോക്കുമ്പോൾ 2-1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഫെയർ എനഫ്, ഒരു മോശമല്ലാത്ത റിസൾട്ടാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 33-ാമത്തെ മിനിറ്റിലും 49-ാമത്തെ മിനിറ്റിലുമാണ് മലേഷ്യ സ്കോർ ചെയ്യുന്നത്. 33-ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്ത് ശരവണൻ എന്ന് പറഞ്ഞിട്ട് മലേഷ്യയുടെ ഒരു പ്ലെയർ, അദ്ദേഹത്തിന് ഇന്ത്യൻ തായ് വേരുകളൊക്കെ ഉള്ളൊരു താരമാണ്. പിന്നെ ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്ത് 78-ാമത്തെ മിനിറ്റിൽ ഷിവാൾഡോ ആണ്. ആ ഗോൾ അസിസ്റ്റ് ചെയ്ത് സനാൻ എന്ന് പറയുന്ന ജംഷഡ്പൂർ FCയുടെ മലയാളി താരമായിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം 59-ാമത്തെ മിനിറ്റിലോ മറ്റോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആണ് വരുന്നത്. എന്നിട്ട് ഷിവാൾഡോയ്ക്ക് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇനി ആശിഷ് വർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മത്സരം കണ്ട് മത്സരത്തിൻ്റെ ഒരു മാച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു മത്സരത്തിൽ മലേഷ്യ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് വിങ് അറ്റാക്സ് ആയിരുന്നു. പക്ഷേ അവർക്ക് ആദ്യത്തെ കുറേ മിനിറ്റുകളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കോറിങ് ഫൈനൽ തേർഡിലൊക്കെ ഒരു സ്ട്രഗിൾസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ 33-ാമത്തെ മിനിറ്റിലൊരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് ശരവൺ എണ്ണം കണ്ടെത്തിയിട്ടുള്ള ഗോളിലൂടെയാണ് അവർ മുന്നിലെത്തുന്നത്. ആദ്യ പകുതിയിൽ ഗിൽ എന്ന് പറയുന്ന താരം, അദ്ദേഹമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. മുൻ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മികച്ച കുറച്ച് സേവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് മലേഷ്യയുടെ ഭാഗത്തു നിന്ന് ആ ഒരു ലീഡ് നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഉള്ള, കൂടുതൽ ലീഡ് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരുന്നു അവർ അറ്റാക്കിംഗ് മൂർച്ച വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അവർ 50 മിനിറ്റ് ആകുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സെറ്റ് പീസസ് ഒന്നും അത്ര ബലം കണ്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഡിഫൻസിലോ ഗോൾ കീപ്പറിനോ അങ്ങനെ വലിയ ത്രെറ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് മൂവ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒന്നിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. പറഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ ഒരു ഗെയിം ടൈം തന്നെയാണ് കോച്ച് ഒരു പ്രയോറിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ടീമിലുണ്ടാകുന്നൊരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് നേരിടും. അതൊരു പ്രോബ്ലമായിട്ട് കാണണ്ട. സോ എങ്കിലിപ്പം ഒരു പോസിറ്റീവായിട്ട് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ടീം പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു മലേഷ്യ. അതാണ് അവരെ അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നതിൽ നിന്ന് പിൻവലിച്ചത് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണെങ്കിലും അണ്ടർ 23 എന്ന് പറയുന്ന ഒരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഫ്യൂച്ചറിന്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആരോസ് പ്രോജക്റ്റൊക്കെ നിന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്യൂച്ചർ സീനിയർ പ്ലേയേഴ്സിനെയും ഒക്കെ കണ്ടെത്താൻ അവർ ഒരു പറഞ്ഞതുപോലെ ഏഷ്യൻ ലെവലിലുള്ളൊരു ടൂർണമെൻറ്റിൽ കളിക്കുക, അത് നമുക്കൊരു ലക്ഷ്യമാണ്. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിൽ കളിക്കുക എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് അതിലെത്തണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫ്രണ്ട്ലീസ് കളിക്കണം. ഇതിപ്പോൾ നമുക്കൊരു ISLൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു മത്സരം കളിച്ചത് ഒരു പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഓഫ് സീസണൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ടീമൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് അതിനോട് പാരലായിട്ട് തന്നെ നമ്മുടെ അണ്ടർ 23ക്ക് മാച്ചസ് കൊടുക്കണം. ഇത് സെറ്റ് ഓഫ് നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അറ്റാക്കിംഗ് പൊസിഷനിലാണെങ്കിലും മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിലും നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, അവരെ നമ്മൾ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിസൾട്ട് ഡസൻറ്റ് മാറ്റർ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റി പറയാനുള്ളത്.
സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉറപ്പായും കാണിക്കുകയാണ് സനിയ.